ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ലാസ്റ്റ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കൺവേർഷൻ ഓഫ് എ ഗാൽവനോമീറ്റർ ഇൻ ടു അമീറ്റർ. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻ ടു അമീറ്റർ, അതായത് ഗാൽവനോമീറ്ററിനെ എന്താക്കി മാറ്റണം? അമീറ്ററാക്കി മാറ്റണം. ഓക്കെ, ദെൻ ഗാൽവനോമീറ്ററിനെ അമീറ്ററാക്കി മാറ്റാൻ എന്ത് ചെയ്യണം നോക്കാം. എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ അമീറ്റർ ബൈ കണക്റ്റിംഗ് എ സ്മാൾ റെസിസ്റ്റൻസ് പാരലൽ വിത്ത് ഇറ്റ്. അതായത് ഗാൽവനോമീറ്ററിനെ അമീറ്ററാക്കി മാറ്റണമെങ്കിൽ അതിന് പാരലലായിട്ട് എന്ത് ചെയ്യാം? ഒരു സ്മാൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. അപ്പോൾ ആ സ്മാൾ റെസിസ്റ്റൻസിൻ്റെ ബ്രാക്കറ്റിൽ ഷണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് ഈസ് എ സ്മാൾ റെസിസ്റ്റൻസ് കണക്റ്റഡ് പാരലൽ വിത്ത് എനി ഡിവൈസ്. ഒരു ഡിവൈസിന് പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന ഏതൊരു ചെറിയ റെസിസ്റ്റൻസിനെയും നമുക്ക് എന്ത് പറയാം? ഷണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ ഒരു ഗാൽവനോമീറ്ററിനെ അമീറ്ററാക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഗാൽവനോമീറ്ററിന് പാരലലായിട്ട് എന്ത് ചെയ്യുക? ഒരു ചെറിയ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. അതിനെ ആ റെസിസ്റ്റൻസിനെയാണ് ഷണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് ചിലപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഷണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമീറ്ററാക്കി മാറ്റാനുള്ള റെസിസ്റ്റൻസ് എന്നല്ല, ഏതൊരു ഡിവൈസിനും പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന ചെറിയ റെസിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം? ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഷണ്ട് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ എന്തായിട്ട് മാറും? അമീറ്ററായിട്ട് മാറും. ഓക്കെ, ഇനി അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന പിക്ചർ ശ്രദ്ധിക്കാം. അപ്പോൾ ഗാൽവനോമീറ്ററിന് പാരലലായിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, അത് എസ് എന്ന് അടയാളപ്പെടുത്തി. എസ് എന്ന് പറഞ്ഞാൽ ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. ഇനി ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ, ഈ ജംഗ്ഷനിൽ എത്തുമ്പോൾ അത് സ്പ്ലിറ്റ് ആവും. ഗാൽവനോമീറ്ററിലൂടെ പോകുന്നത് ഐ ജിയും ബാക്കിയുള്ള കറണ്ട് അല്ലേ. അപ്പോൾ ഐൻ്റെ ഒരു ഭാഗം ഐ ജി പോയി. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക? ഐ മൈനസ് ഐ ജി ആണ് ഉണ്ടാവുക. അത് ഏതിലൂടെ ഒഴുകുന്നു? ഷണ്ടിലൂടെ ഒഴുകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിസ്റ്റേഴ്സ് ഇൻ പാരലലിൽ നമ്മൾ പഠിച്ചിരുന്നു. പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജിന് ഡിഫറൻസ് ഉണ്ടാവില്ല. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസിസ്റ്റേഴ്സിന് എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. പക്ഷേ എന്ത് ചെയ്യും? കറണ്ട് മാറും. അപ്പോൾ കറണ്ടാണ് ഈ ഐ ജി ഐ മൈനസ് ഐ ജി ആയി പോയത്. ഓക്കെ, ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ജി, ക്യാപിറ്റൽ ലെറ്റർ ജി. ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് എന്തായിട്ട് എടുക്കുക? എസ്. അപ്പോൾ നമ്മൾ ഓംസ് ലോ പഠിച്ചിട്ടുണ്ട്, വി ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഇക്വേഷൻ, വി ഈക്വൽ ടു ഐ ആർ. അപ്പോൾ സിൻസ് ദ കണക്ഷൻ ഈസ് പാരലൽ, കണക്ഷൻ പാരലൽ ആയതുകൊണ്ട് ഗാൽവനോമീറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ ആയിരിക്കും ഷണ്ട് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാണാം? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് ഏതാ? ഐ ജി. റെസിസ്റ്റൻസ് ഏതാ? ജി, ക്യാപിറ്റൽ ലെറ്റർ ജി തന്നെ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഐ ജി ജി ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ്. അതായത് ഷണ്ടിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഇൻറ്റു ഐ അല്ലേ. അപ്പോൾ ഐ ഇൻറ്റു ആർ അല്ലേ. അപ്പോൾ ഇവിടെ ഐ ഏതാ? ഐ മൈനസ് ഐ ജി ആണ്. ആറിന് പകരം ഏതാ? എസ്. അപ്പോൾ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ടിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയതുകൊണ്ട് ഐ ജി ജി ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ്. അതായത് വി ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മളിത് എഴുതുന്നത്. അപ്പോൾ അതിന് എസ് ഈക്വൽ ടു എന്തെഴുതാം? ഐ മൈനസ് ഐ ജി ലെഫ്റ്റ് സൈഡിലേക്ക് മാറുമ്പോൾ എന്താവും? ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. ഓക്കെ, എസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റ് ദ ഷണ്ട് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. അപ്പോൾ ഗാൽവനോമീറ്ററിനെ അമീറ്ററാക്കി കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരു സ്മോൾ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യാം. ആ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണെന്ത്? ഷണ്ട്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻ ടു വോൾട്ട് മീറ്റർ. അപ്പോൾ അമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ വോൾട്ട് മീറ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് അമീറ്ററിൻ്റെ പഠിച്ചപ്പോൾ നമ്മൾ സ്മാൾ റെസിസ്റ്റൻസ് പാരലലായിട്ടാണ് കണക്ട് ചെയ്തത്. ഇനി വോൾട്ട് മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുക. ലോർ റെസിസ്റ്റൻസ് എന്നുള്ളിടത്ത് പിന്നെ എന്താ എഴുതുക, ഹൈ റെസിസ്റ്റൻസ്. അപ്പം നേരത്തെ നമ്മൾ എന്ത് ചെയ്തത്, ബൈ കണക്റ്റിംഗ് സ്മാൾ റെസിസ്റ്റൻസ് എന്നല്ലേ, ഇവിടെ എന്താണ് ഹൈ റെസിസ്റ്റൻസ്. എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ വോൾട്ട് മീറ്റർ ബൈ കണക്റ്റിംഗ് എ ഹൈ റെസിസ്റ്റൻസ് സീരീസ് വിത്ത് ഇറ്റ്. അവിടെ പാരലൽ ആണെങ്കിൽ ഇവിടെ എന്താണ് സീരീസ് വിത്ത് ഇറ്റ്, അവിടെ സ്മാൾ ആണെങ്കിൽ ഇവിടെ എന്താണ് ഹൈ. ഓക്കെ, അങ്ങനെ ഗാൽവനോമീറ്ററിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും, വോൾട്ട് മീറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പിക്ചർ ശ്രദ്ധിക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി, കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിലൂടെ പോകുന്ന കറണ്ട് ഐ ജി, റെസിസ്റ്റർ അതായത് റെസിസ്റ്റൻസ് എന്താണ് ആറാണ് നമ്മൾ സീരീസ് ആയിട്ട് ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യുന്നത്. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്തെന്നാണ് ജി, ഏത് ജി, ക്യാപിറ്റൽ ലെറ്റർ ജി. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസും എങ്ങനെയാണ് ആറും ജിയും ഇവിടെ എന്താണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും, കറണ്ട് രണ്ടിലൂടെയും പാസ് ചെയ്യുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഐ ജി എന്നുള്ള കറണ്ട് തന്നെയാണ് ഏത് കൂടെ പോകുന്നത്, ആറിലൂടെയും പോകുന്നത്, ജിയിലൂടെയും പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ ജി ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ള, ഐ ആണ് എടുക്കുന്നതെങ്കിൽ ഐ എൻ ആയിരിക്കും രണ്ടിലൂടെയും. അപ്പോൾ ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ ജി, അതന്നെ ആയിരിക്കും റെസിസ്റ്ററിലൂടെ ഒഴുകുന്നതും. ഓക്കെ, അപ്പോൾ വി ഈക്വൽ ടു ഐ ആർ, ഓംസ് ലോൻ്റെ ഇക്വേഷൻ. ദെൻ വി ഈക്വൽ ടു, ഇവിടെ ഐക്ക് പകരം എന്താണ് ഐ ജി. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആറും ജിയും സീരീസ് ആണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക, ആർ പ്ലസ് ജി ആണ് വരിക. നമ്മൾ പഠിച്ചിട്ടുണ്ട് R1 R2 സീരീസ് ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ് R1 പ്ലസ് R2. അപ്പോൾ ഇവിടെ വി ഈക്വൽ ടു എന്ത് വരും, ഐ ജി ആർ പ്ലസ് ജി. ആറിന് പകരം എന്തുണ്ടാവും, ആർ പ്ലസ് ജി. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ജിയും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവും. ദെൻ ആർ പ്ലസ് ജി ഈക്വൽ ടു ഐ ജി ഈ സൈഡിലോട്ട് വരുമ്പോൾ എന്ത് വരും, വി ബൈ ഐ ജി എന്ന് വരും. ദെൻ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും, വി ബൈ ഐ ജി പ്ലസ് ജി, അങ്ങോട്ട് പോകുമ്പോൾ എന്താവും മൈനസ് ജി. ഓക്കെ, എന്ത് കാണാനുള്ള ഇക്വേഷനാണ്, റെസിസ്റ്റൻസ്. എന്ത് റെസിസ്റ്റൻസ്, എത്ര റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്റർ ആയിട്ട് മാറും ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ഏതാണ്, ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ജി. ഓക്കെ, അപ്പോൾ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഹൈ റെസിസ്റ്റൻസ് എങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, അമീറ്റർ ആണെങ്കിൽ സ്മാൾ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൻ്റെ പ്രോബ്ലംസ് ആണ്, ശ്രദ്ധിക്കുക. എ ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് 15 ohm ആൻഡ് ഇറ്റ് ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ 2 milliampere. ഹൗ ക്യാൻ ഇറ്റ് ബി കൺവേർട്ടഡ് ടു അമീറ്റർ ഓഫ് റേഞ്ച് 4 ampere? അതായത് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 15 ohm ആണ്. ആൻഡ് ഇറ്റ് ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ 2 milliampere. അതായത് ആ ഗാൽവനോമീറ്ററിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 milliampere ആണ്. നമ്മളതിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം, അമീറ്ററാക്കി മാറ്റണം. എത്ര റേഞ്ചിൻ്റെ, 4 ampere. അതായത് 4 ampere വരെ റീഡ് ചെയ്യുന്ന ഒരു അമീറ്റർ ആക്കിയിട്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകണം. അമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, സ്മാൾ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം, പാരലലായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന ആ റെസിസ്റ്റൻസ് ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എസ് ഈസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. അപ്പോൾ ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്, അത് തന്നിട്ടുണ്ട് 15 ohm. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഇറ്റ് ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. അതായത് ഗാൽവനോമീറ്റർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന കറണ്ട് എത്രയാണ്, ഐ ജി ആണ് അല്ലേ. ഗാൽവനോമീറ്റർ കറണ്ടാണ് 2 milliampere. അപ്പോൾ ഐ ജി ഈക്വൽ ടു 2 milliampere. മില്ലി ആംബിയറിൽ കാണാൻ പറ്റില്ല, ആംബിയർക്ക് മാറ്റണം. അപ്പോൾ 2 ഇൻറ്റു മില്ലിനെ ചെയ്യണമെങ്കിൽ 10⁻⁻3. അപ്പോൾ അത് എന്തിലായി, ആംബിയറിലായി. 2 ഇൻറ്റു 10⁻⁻3 ആംബിയർ. ഇനി നമ്മൾ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, അമീറ്റർ ഓഫ് റേഞ്ച് 4 ampere. അതെന്താണ് ഐ. അപ്പോൾ ഐ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 4 ampere. അപ്പോൾ ഞാൻ ഇക്വേഷനിലാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഐ ജിയും ഐയും മാറരുത്. ഗാൽവനോമീറ്റർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് എന്താണ് ഐ ജി,
അമീറ്റർ ആക്കി മാറ്റേണ്ടത് റേഞ്ച് എന്താണ് ഐ. ദെൻ എസ് ഈസ് ഈക്വൽ ടു ഐ ജിക്ക് പകരം 2 × 10⁻³ ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 × 10⁻³ ചെയ്യുമ്പോൾ താഴെയുള്ള എന്ത് ചെയ്യുക ബ്രാക്കറ്റിലിടണം. ദെൻ എസ് ഈസ് ഈക്വൽ ടു അപ്പോൾ 7.5 × 10⁻³ ഓം. ഇത് റെസിസ്റ്ററാണ്, ഷണ്ട് റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ യൂണിറ്റ് എന്ത് വരും ഓം എന്ന് വരും. ദാറ്റ് ഈസ് 7.5 × 10⁻³ ഓം. അപ്പോൾ എങ്ങനെ ഹൗ ക്യാൻ ഇറ്റ് ബി കൺവേർട്ടഡ് എന്നാണ് ചോദിച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക ഈ കിട്ടിയ റെസിസ്റ്റൻസ് കണക്ട് ദിസ് റെസിസ്റ്റൻസ് പാരലൽ വിത്ത് ദ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്ററിനെ എങ്ങനെ കണക്ട് ചെയ്യണം പാരലലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും അമീറ്റർ ആയി മാറും. എത്ര റേഞ്ചുള്ള 4 ആംപിയർ റേഞ്ചുള്ള. ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ അടുത്ത ക്വസ്റ്റ്യൻ. എ ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് 50 ohm and it shows full scale deflection for 10 milliampere. How can it be converted to voltmeter of range 5 volt? ഓക്കെ അപ്പോൾ ഒരു ഗാൽവനോമീറ്റർ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എ ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് 50 ohm. അപ്പോൾ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ G 50 ohm തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ 10 milliampere. അപ്പോൾ ഏതാണ് ഐ ജി ആണ്. ഗാൽവനോമീറ്റർ കറണ്ടാണ് തന്നിട്ടുണ്ട്. ഐ ജി ഈക്വൽ ടു 10 milliampere. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് 5 വോൾട്ട് റേഞ്ചിലുള്ള വോൾട്ട് മീറ്ററിലോട്ട്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. ഹൗ ക്യാൻ ബി. അപ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യണം റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം റെസിസ്റ്റർ എത്രയെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ജി. ആർ ഈക്വൽ ടു വി ബൈ ഐ ജി മൈനസ് ജി. അപ്പോൾ വി തന്നിട്ടുണ്ട് 5 വോൾട്ടാണ്. 5 വോൾട്ടിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലേ. അത്ര റേഞ്ചിക്കാണ്. ക്യാപിറ്റൽ ലെറ്റർ ജി ആണ് 50 ohm. സ്മാൾ ലെറ്റർ ഐ ജി ഈക്വൽ ടു ഇത് ഗാൽവനോമീറ്റർ കറണ്ട് ഐ ജി ഈക്വൽ ടു എന്താണ് 10 milliampere ആണ്. അപ്പോൾ മില്ലി ആംപിയറിൽ ചെയ്യാൻ പറ്റില്ല. നേരത്തെ ചെയ്ത പോലെ 10 × 10⁻³ ആംപിയർ. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 10 × 10⁻³ മൈനസ് 50. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം ഡിവിഷൻ ചെയ്തതിന് ശേഷം -50 ചെയ്യുക. ദാറ്റ് ഈസ് 450 ohm എന്ന് വരും. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഈ കണക്ട് ദിസ് റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം സീരീസ് വിത്ത് ദ ഗാൽവനോമീറ്റർ. ഈ കിട്ടിയ റെസിസ്റ്റർ എന്ത് ചെയ്യണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗാൽവനോമീറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും 5 വോൾട്ട് റേഞ്ചിലുള്ള വോൾട്ട് മീറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ ദെൻ അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ ശ്രദ്ധിക്കുക. ആദ്യത്തേന് നമുക്ക് 7.5 × 10⁻³ അത് ചെറിയ വാല്യൂ ആണ്. 10⁻³ പറഞ്ഞാൽ 1000 കൊണ്ട് ഹരിക്കാണ്ട് അല്ലേ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ റെസിസ്റ്റർ പാരലായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ 450 ohm അത് വലിയ റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ റെസിസ്റ്റൻസ് എങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം വോൾട്ട് മീറ്റർ ആക്കി മാറ്റുമ്പോൾ. അപ്പോൾ അമീറ്ററിൻ്റെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ചെറിയ വാല്യൂ ആയിരിക്കും ആൻസർ. വോൾട്ട് മീറ്ററിൻ്റെ കൺവേർട്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കും ഹൈ വാല്യൂ ആയിരിക്കും. ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ. അപ്പോൾ അത് ഗാൽവനോമീറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിനി ആദ്യം റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും പാരലലൊക്കെ ചെയ്തിരുന്നു. ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് അടുത്ത്. ശ്രദ്ധിക്കാം. 2 resistances 10 ohm and 15 ohm are connected in parallel and the combination in series with a 4 ohm resistance. Find the equivalent resistance. അതായത് 10 ohm റെസിസ്റ്റൻസും 15 ohm റെസിസ്റ്റൻസും എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ ആ കോമ്പിനേഷന് ആൻഡ് ദ കോമ്പിനേഷൻ ഇൻ സീരീസ് വിത്ത് എ 4 ohm റെസിസ്റ്റൻസ്. ആ അങ്ങനെ 10 ohmഉം 15 ohmഉം പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് സീരീസ് ആയിട്ട് ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് 4 ohmഉമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദ ഇക്വിവാലന്റ് റെസിസ്റ്റൻസ്. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ ഹിയർ 10 ohm ആൻഡ് 15 ohm 10 ohmഉം 15 ohmഉം എങ്ങനെയാണ് പാരലലാണ്. അപ്പോൾ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ 1/R ഈക്വൽ ടു 1/R1 + 1/R2 ആണ്. അപ്പോൾ അതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/R ഈക്വൽ ടു R1 + R2 ഡിവൈഡഡ് ബൈ R1 R2 എന്ന് വരും. അപ്പോൾ 1/R ആണത്. അപ്പോൾ അതിന് R ഈക്വൽ ടു എന്ത് എഴുതാം
നേരെ തിരിച്ചിടുക. അപ്പോൾ R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ നിങ്ങളിത് പഠിച്ചാൽ മതി. ഏത് R ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതായത് 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് R കാണാനുള്ള ഇക്വേഷനാണത്. അപ്പോൾ നിങ്ങളിത് നേരിട്ട് പഠിച്ചാലും മതി. R ഈക്വൽ ടു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ ഇവിടെ R ഈക്വൽ ടു R1 എത്രയാണ് 10, R2 എന്താണ് 15. അതായത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴതാണ്. അപ്പോൾ 10 × 15 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 15, അതായത് 150 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. 150 ഡിവൈഡഡ് ബൈ 25 എത്രയാണ് 6 ആണ്. അപ്പോൾ റെസിസ്റ്റർ ആയതുകൊണ്ട് 6 ഓം. അപ്പോൾ 10 ഓമിൻ്റെയും 50 ഓമും പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയേ ഉള്ളൂ 6 ഓമേ ഉള്ളൂ. ഈ കണക്ഷൻ ഞാൻ ആരുമായിട്ട് സീരീസാണ് 4 ഓമുമായിട്ട് സീരീസാണ്. അപ്പോൾ ദിസ് 6 ഓം ആൻഡ് 4 ഓം ആർ സീരീസ്. 6 ഓമും 4 ഓമും ഇനി എങ്ങനെയാണ് സീരീസാണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദെൻ R ഈസ് ഈക്വൽ ടു എന്താണ് R1 പ്ലസ് R2 ആണ്. നേരിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ 6 പ്ലസ് 4 എന്ന് ഈക്വൽ ടു എന്ത് വരും 10 ഓം എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ 10 ഓമാണ്. അതായത് 10 ഓമും 15 ഓമും പാരലായിട്ട് കണക്ട് ചെയ്തു. പിന്നെ അത് 4 ഓമുമായിട്ട് സീരീസുമാണ്. അപ്പോൾ ആദ്യം പാരലായിട്ട് കണക്ട് ചെയ്ത് കാണുക, ദെൻ സീരീസായിട്ട് കണക്ട് ചെയ്തായി കൂടെ കൂട്ടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ 2 എൻഡ് ഉണ്ട്. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, 2 എൻഡ് ഉണ്ട്, എയും ബിയും. അതിൻ്റെ ഉള്ളിൽ കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെയും ബീൻ്റെയും എൻഡിലുണ്ടാവുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അതായത് എൻ്റെയും ബീൻ്റെയും ഇടയിൽ ടോട്ടൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 2 ഓം മുകളിൽ, പിന്നെ 4 ഓം താഴെ, പിന്നെ 2 8 ഓം റെസിസ്റ്റേഴ്സ് പാരലായിട്ട് വീണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 8 ഓം ആൻഡ് ആദ്യം നമ്മൾ ആ സർക്യൂട്ടിൻ്റെ അകത്തുള്ള വേറൊരു സർക്യൂട്ട്, ചെറിയൊരു സർക്യൂട്ട്, അതായത് കോമ്പിനേഷൻ ഉണ്ട്, പാരലൽ കോമ്പിനേഷൻ ഉണ്ട്. ആരൊക്കെ 8 ഓമും 8 ഓമും. അപ്പോൾ പാരലാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ തരുന്നു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. അപ്പോൾ ദെൻ R ഈസ് ഈക്വൽ ടു എന്ത് വരും R1 R1 R2 ഇവിടെ 8 തന്നെയാണ്. അപ്പോൾ 8 × 8 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 8 എന്ന് വരും അല്ലേ. 8 × 8 64. ഓക്കെ, ഡിവൈഡഡ് ബൈ 60 എന്ന് വരും. ദാറ്റ് ഈസ് 4 ഓം എന്ന് വരും. ഓക്കെ, അതായത് ആ അകത്തുള്ള 8 ഓമും 8 ഓമും പാരലൽ ആയതിൻ്റെ എഫക്റ്റീവ് ആകെ എത്ര ഉള്ളൂ 4 ഓമാണ്. ഇനി ഈ 4 ഓമും പുറത്തുള്ളൊരു 4 ഓമും ഉണ്ടല്ലോ, അതായത് 8 8ൻ്റെയും എഫക്റ്റീവ് 4 ഓമും, പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള 4 ഓമും, അതെങ്ങനെയാണ് സീരീസാണ്. അപ്പോൾ നമുക്കറിയാം സീരീസ് ആണെങ്കിൽ എന്താണ് R ഈക്വൽ ടു R1 പ്ലസ് R2. അപ്പോൾ ഇവിടെ R ഈക്വൽ ടു 4 + 4 8 ഓം. അപ്പോൾ അടിയിലുള്ള മൊത്തം ചെയ്തപ്പോൾ നമുക്ക് ആകെ എത്ര കിട്ടുന്നത് 8 ഓമാണ്. ഇനി ഈ 8 ഓമും മുകളിലുള്ള 2 ഓമും എങ്ങനെയാണ് പാരലലാണ്. എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് പാരലായിട്ടാണ്. അപ്പോൾ ആ പാരലായിട്ട് കണക്ട് ചെയ്താൽ വീണ്ടും നമ്മൾ ഇക്വേഷൻ R എന്താണ് R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ R1 എത്രയാണ് 8, R2 എത്ര 2. അപ്പോൾ 8 × 2 ഡിവൈഡഡ് ബൈ 8 + 2, അതായത് 8 × 2 16 ഡിവൈഡഡ് ബൈ 10 വരും. ദാറ്റ് ഈസ് 1.6 റെസിസ്റ്റർ ഓം. ദാറ്റ് ഈസ് ഈ മൊത്തം സർക്യൂട്ടിൻ്റെ, അതായത് എൻ്റെയും ബീൻ്റെയും അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റർ എത്രയേ ഉള്ളൂ 1.6 ഓമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഇങ്ങനത്തെ സർക്യൂട്ട് പിക്ചർ കെട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സർക്യൂട്ടിൻ്റെ അകത്തുള്ള കോമ്പിനേഷൻ ആദ്യം എടുക്കണം. അതായത് ഇവിടെ 8 ഓമും എന്താണ് പാരലലാണ്, അതിൻ്റെ എഫക്റ്റീവ് കണ്ടു. പിന്നെ അതിന് സീരീസ് ആയിട്ടുള്ള 4 ഓമുമായിട്ട് അത് കൂട്ടി, പിന്നെ അത് മൊത്തം എന്താണ് മുകളിലുള്ള 2 ഓമുമായിട്ട് പാരലലാണ്. വീണ്ടും സെയിം ഇക്വേഷൻ R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തു. ദെൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈക്വൽ ടു 1.6 ഓം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, the resistance of a copper wire of length 100 meter and radius 0.3 millimeter is 6 ohm. Calculate the resistivity of copper. അപ്പോൾ ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ദ റെസിസ്റ്റൻസ് ഓഫ് എ കോപ്പർ വയർ ഓഫ് ലെങ്ത് 100 മീറ്റർ, 100 മീറ്റർ നീളമുള്ള കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ്, അതായത് 100 മീറ്റർ നീളവും 0.3 മില്ലിമീറ്റർ റേഡിയസുമുള്ള കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് 6 ഓമാണ്.
അപ്പോൾ 3 കാര്യങ്ങളായി. അവിടുന്ന് ലെങ്ത്ത് 100 മീറ്ററാണ്, റേഡിയസ് 0.3 മില്ലിമീറ്ററാണ്, റെസിസ്റ്റൻസ് 6 ഓം ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള റെസിസ്റ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി കാണാൻ റോ ഈക്വൽ ടു RA/L ആണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി കാണാൻ പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങളോട് സ്പെസിഫിക് റെസിസ്റ്റൻസും കാണാൻ പറയും. ഇപ്പോൾ റെസിസ്റ്റിവിറ്റി എല്ലാം ചിലപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? റെസിസ്റ്റിവിറ്റി തന്നെയാണ് കാണേണ്ടത്. വെറും റെസിസ്റ്റൻസ് അല്ല കാണാം, സ്പെസിഫിക് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ എന്ത് തന്നെയാണ് കാണേണ്ടത്? റെസിസ്റ്റിവിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ റോ തന്നെയാണ് കാണേണ്ടത്. റോ കാണാനുള്ള ഇക്വേഷൻ RA/L ആണ്. റോ ഈക്വൽ ടു RA/L. അപ്പോൾ R ഈക്വൽ ടു ഇവിടെ എത്രയാണ്? 6 ഓം ആണ്. ഓക്കെ, R ഈക്വൽ ടു 6 ഓം. ദെൻ L ഈക്വൽ ടു 100 മീറ്റർ ആണ്. സ്മോൾ ലെറ്റർ R അതായത് റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ RA/L A എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. അപ്പോൾ ഏരിയ ഇവിടെ തന്നിട്ടില്ല, അപ്പോൾ ഏരിയ കാണണം. അപ്പോൾ അതിന് നമുക്ക് തന്നത് ആകെ ഒരു റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് എത്രയാണ്? 0.3 മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്ററിൽ ചെയ്യാൻ പറ്റില്ല, എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10⁻³ ആണ്. അപ്പോൾ 0.3 × 10⁻³ മീറ്റർ എന്ന് വരും. അപ്പോൾ ഏരിയ കാണാൻ അല്ലേ, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയറാണ്, കോപ്പർ വയറാണ്. വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എൻഡിലുള്ള ഏരിയയാണ്. അപ്പോൾ വയറിൻ്റെ ഏരിയ പറഞ്ഞാൽ എന്തായിരിക്കും? സർക്കിളായിരിക്കും. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണാം? πr². പൈൻ്റെ വാല്യൂ 3.14 × R ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. 0.3 × 10⁻³ അതിന് സ്ക്വയർ ഉണ്ട്. അപ്പോൾ അതിന് മാത്രമാണ് സ്ക്വയർ. അപ്പോൾ ബ്രാക്കറ്റിൽ സ്ക്വയർ. ദാറ്റ്സ് ഏരിയ ഈക്വൽ ടു 2.8 × 10⁻⁻7 m². അപ്പോൾ റോ കാണാൻ ഇക്വേഷൻ RA/L കൊടുക്കുക. R ഇവിടെ 6 ആണ്. 6 ഇൻറ്റു ഇപ്പോൾ A കിട്ടി, ഏരിയ കിട്ടി. ദാറ്റ് ഈസ് 2.8 × 10⁻⁻7 ദെൻ ഡിവൈഡഡ് ബൈ L 100. That is 1.69 × 10⁻⁸ ഓം മീറ്റർ. ഓം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്, റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റ് ആകുമ്പോൾ എന്തുണ്ടാവും? ഓം മീറ്റർ എന്നുണ്ടാവും. ദാറ്റ് ഈസ് 1.69 × 10⁻⁸ ഓം മീറ്റർ. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി ആണെങ്കിലും സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണെങ്കിലും എന്തുതന്നെയാണ് കാണാനുള്ളത്? എന്തുതന്നെയാണ്? റോ. ദാറ്റ് ഈസ് റോ ഈക്വൽ ടു RA/L ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കുക. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമീറ്റർ ആണ്. അമീറ്ററാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ സ്മോൾ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഷണ്ട് എന്ന് പറയുക. ചിലപ്പോൾ ചോദിക്കുക വാട്ട് ഈസ് മീൻ ബൈ ഷണ്ട് എന്നാണ്. ഇപ്പോൾ ഷണ്ട് എന്ന് പറഞ്ഞാൽ ഷണ്ട് ഈസ് എ സ്മോൾ റെസിസ്റ്റൻസ് കണക്റ്റഡ് പാരലൽ വിത്ത് എനി ഡിവൈസ്. ഏത് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന ഏതൊരു ചെറിയ റെസിസ്റ്ററിനും നമുക്ക് എന്ത് പറയാം? ഷണ്ട് എന്ന് പറയാം. ഓക്കെ, ദെൻ വോൾട്ട് മീറ്റർ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹൈ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യാം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. ദെൻ പ്രോബ്ലം ചെയ്യുമ്പോൾ അമീറ്ററായിട്ടാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വളരെ ചെറുതായിരിക്കും, കാരണം നമ്മൾ സ്മോൾ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യേണ്ടത്. ദെൻ വോൾട്ട് മീറ്റർ ആയിട്ടാണ് നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? ഹൈ റെസിസ്റ്റൻസ് ആവും നിങ്ങൾ ആൻസർ. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ദെൻ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും പാരലലായിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസസ് പാരലലാണ് കാണണമെങ്കിൽ 1/R = 1/R1 + 1/R2 ആണ്. അങ്ങനെ ചെയ്യുന്നേക്കായി നല്ലത് അങ്ങനെ ചെയ്താലേ ആൻസർ എന്ന് തന്നെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് നേരിട്ട് ആൻസർ പെട്ടെന്ന് കിട്ടണമെങ്കിൽ R = എന്ത് ചെയ്താൽ മതി? R1 R2 / R1 + R2 എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് ചെയ്യാം. പിന്നെ സീരീസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, പാരലൽ ആണെങ്കിലാണ് R1 R2 / R1 + R2. സീരീസ് ആണെങ്കിൽ R = എന്താണ്? R1 + R2. ദെൻ പിക്ചറിന് ചെയ്യുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? അതിൻ്റെ സർക്യൂട്ടിൽ അകത്തുള്ള കോമ്പിനേഷൻ ആദ്യം ചെയ്യാം. എന്നിട്ട് അടുത്തതിന് സീരീസ് ആണോ പാരലലാണോ നോക്കിയിട്ട് ചെയ്യാം. ദെൻ റെസിസ്റ്റിവിറ്റി കാണണമെങ്കിൽ RA/L ആണ്. അപ്പോൾ A അധികം തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ A കാണണമെങ്കിൽ πr² ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. ദെൻ ഇപ്പോൾ ഇവിടെ റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ഡയമീറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റേഡിയസ് ആക്കി മാറ്റണമെങ്കിൽ /2 എന്ന് ചെയ്യണം. ഓക്കെ,
അപ്പോൾ ബൈ 2 ചെയ്തിട്ട് എന്ത് ചെയ്യണം, റേഡിയസ് ആക്കി മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം, πr² കണ്ട് ഏരിയ കാണണം. ഓക്കെ, മില്ലിമീറ്റർ ആണെങ്കിൽ മീറ്റർക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി സെൻറ്റിമീറ്റർ ആണെങ്കിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 10⁻² എന്ത് ചെയ്യാനുള്ളൂ, -2 ചെയ്താൽ മതി. ഇത് മില്ലിമീറ്റർ ആയതുകൊണ്ടാണ് 10⁻³ ചെയ്യുന്നത്. ഓക്കെ, ദെൻ റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റാണ് ഓം മീറ്റർ. നിങ്ങളോട് സ്പെസിഫിക് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ എന്തെന്നെയാണ് കാണേണ്ടത്, റെസിസ്റ്റിവിറ്റി തന്നെയാണ് കാണേണ്ടത്. ഓക്കെ, ദെൻ ഓക്കെ, താങ്ക് യു.